ബെറ്റർ ലൈഫിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ കെ ശങ്കരനാണ്. അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലെ മുൻ സർജറി വിഭാഗം മേധാവിയും ഇപ്പോൾ കോട്ടയം മാതാ ഹോസ്പിറ്റലിലെ സീനിയർ സർജനുമാണ്. അദ്ദേഹത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തുന്ന വലിയ ഒരു വിഭാഗം രോഗികളും ഒന്നുകിൽ ഹെർണിയ അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്നീ 2 രോഗങ്ങൾക്കായിട്ടാണ് ഇവിടെ എത്തുന്നത്. അതിൽ ഹെമറോയിഡ് എന്ന രോഗം പല ആൾക്കാരും പല കാരണങ്ങൾ കൊണ്ടും ഡോക്ടറോട് പരിശോധിപ്പിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് നമ്മളുടെ നാട്ടിലുള്ളത്. ഈ 2 രോഗങ്ങളെക്കുറിച്ചും നമ്മളുടെ അറിവ് പകരാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ മുൻ സർജറി വിഭാഗം തലവനായ ഡോക്ടർ ശങ്കരൻ സാറാണ് നമ്മൾക്കൊപ്പമുള്ള. ഡോക്ടറെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുഭവ സമ്പത്തുള്ള ഒരു ഡോക്ടറാണല്ലോ. ഏകദേശം 10-40 കൊല്ലത്തോളമായി സർജറി ചെയ്ത് തഴക്കവും പഴക്കവും ഉള്ള ഒരാളാണല്ലോ. മുമ്പ് കാലങ്ങളിലെ അപേക്ഷിച്ച് ഇപ്പോൾ ഹെർണിയ രോഗികളുടെ എണ്ണം എങ്ങനെയുണ്ട്? എണ്ണം കൂടിയെന്ന് പറയാനൊക്കില്ല. കുറച്ചുകൂടെ നേരത്തെ ട്രീറ്റ്മെൻറ്റിന് വരുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് വലുതായി കഴിഞ്ഞ് കോംപ്ലിക്കേഷൻ ആയിട്ടായിരുന്നു ഡോക്ടറുടെ പ്രാക്ടീസ് തുടങ്ങുന്ന കാലത്തൊക്കെ രോഗികൾ എത്തിയിരുന്നത്. ഇപ്പോൾ വളരെ നേരത്തെ വന്നു. ഒരു കോസ്മെറ്റിക് പർപ്പസ് കൂടിയായിരിക്കാം ഡോക്ടർക്ക്. എന്താണ് ഈ ഹെർണിയ എന്ന് പറഞ്ഞാൽ? ഹെർണിയ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വയറ്റിനകത്തുള്ള ചില അവയവങ്ങൾ, ചെറുകുടലോ വൻകുടലോ പ്രഷർ കൊണ്ട് തള്ളി പുറത്തോട്ട് വരുന്നുണ്ട്. അതൊരു ബലൂണിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. തുടക്കത്തിൽ ചെറിയൊരു മുഴ പോലെ കാണുന്നുള്ളൂ. ക്രമേണ വലുതായി ഏത് സൈസ് വേണമെങ്കിൽ എത്താം. ഈ ഹെർണിയ ഏതെല്ലാം തരമാണ് സാധാരണ കണ്ടുവരുന്ന ഹെർണിയകൾ? സാധാരണ നമ്മൾ കാണുന്നത് മെജോറിറ്റി ഈ അടിവയറിൽ വരുന്ന ഇൻഗ്വാനൽ ഹെർണിയ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് കാണുന്നത് പൊക്കിളിൽ വരുന്നതാണ്. അത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും പ്രസവം കഴിഞ്ഞുള്ള സ്ത്രീകൾ 1-2 വയസ്സുള്ള കൊച്ചുങ്ങളുടെ ചുമയ്ക്കും തള്ളി വരുന്നു എന്ന് പറയുന്നത്. ഓക്കെ. മൂന്നാമത് കാണുന്നത് നേരത്തെ ഒരു ഓപ്പറേഷൻ വല്ലതും ചെയ്ത് കഴിഞ്ഞ്, വയറിലൊരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ആ മുറിവിൽ തന്നെ വീക്ക്നെസ് കൊണ്ട് ഒരു ഹെർണിയ ഉണ്ട്. സർജറിയുടെ കോംപ്ലിക്കേഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അല്ല. സർജറിയുടെ കോംപ്ലിക്കേഷൻ അല്ല അത് ഇൻഫെക്ഷൻ. പിന്നെ അവിടെ ആ ചെയ്ത സമയത്ത് തയ്ക്കാൻ ഉപയോഗിച്ച നൂലിൻ്റെ കുഴപ്പമായിരിക്കാം. പക്ഷേ ഇപ്പം നല്ല മെറ്റീരിയൽ കിട്ടുന്നത് കൊണ്ട് ഈ ഇൻസെഷൻ ഹെർണിയയുടെ നമ്പർ കുറഞ്ഞു തുടങ്ങി. എന്ത് ചേഞ്ചാണ് ഡോക്ടറെ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട്? പണ്ട് കാലത്ത് ഓപ്പൺ സർജറി എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഈ അടുത്ത കാലത്ത് മെഷ് എന്ന് പറഞ്ഞ സാധനത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാനിടയായി. മെഷ് വെച്ചുള്ള റിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ മുമ്പുള്ളതിനെ അപേക്ഷിച്ച് കോംപ്ലിക്കേഷൻ റേറ്റ് കൂടുതലാണോ കുറവാണോ? തീർച്ചയായിട്ടും ഒരുപാട് കുറഞ്ഞു. മെഷ് കിട്ടി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് കേരളത്തിൽ തന്നെ കിട്ടി തുടങ്ങിയിട്ട് ഒരു 25 കൊല്ലമായി. പക്ഷേ ഡോക്ടറുടെ പ്രാക്ടീസ് തുടങ്ങുന്ന കാലത്ത് മെഷ് കണ്ടിട്ടേ ഇല്ലാത്തൊരു സമയമായിരുന്നു അന്ന്. മെഷ് കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ മെഷ് വയ്ക്കാതെ സർജറി ചെയ്യുന്ന കേസേ നിൽ, ഓൾമോസ്റ്റ് നിൽ. ഈ സർജറി, ഹെർണിയയ്ക്കുള്ള സർജറി പലപ്പോഴും ആൾക്കാർ സർജറിക്ക് പോകുന്നത് ഒരു അവധി കാലങ്ങളിൽ അല്ലെങ്കിൽ വെക്കേഷൻ ടൈം കാത്തിരുന്നൊക്കെയാണ് ഈ എലക്റ്റീവ് സർജറിക്ക് പോകുന്നത്. ഈ ഹെർണിയയുടെ സർജറി നേരത്തെ ചെയ്യേണ്ടതാണോ അതോ നമുക്ക് വെച്ച് താമസിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അത് ഏത് തരം ഹെർണിയ എന്നുള്ള പോലെ ഇരിക്കും. ഞാൻ ചോദിക്കുന്ന ഇൻഗ്വേനൽ ഹെർണിയയെക്കുറിച്ച്. അതാണല്ലോ സാറ് പറഞ്ഞ കൂടുതലായിട്ട് ആൾക്കാർക്കൊരു ഡിസ്കംഫർട്ട്. ഈ ഇൻഗ്വേനൽ ഹെർണിയ മൂലം ബ്ലാഡറിലേക്കും നമ്മുടെ സ്ക്രോട്ടത്തിലേക്കും ഒക്കെ വലിപ്പവും ഇറക്കവും ഒക്കെ ഉണ്ട്. അസ്വസ്ഥത കൊണ്ടാണ് പേഷ്യൻ്റ് ഡോക്ടറെ അടുത്ത് വരുന്നത്. ഇത് വേദന ഉണ്ടെങ്കിൽ വച്ച് നീട്ടുന്നത് ശരിയല്ല. ഒട്ടും സിംറ്റംസ് ഇല്ല, കിടക്കുമ്പോൾ തന്നെ അത് അകത്തോട്ട് പോകുന്നു, മുഴ കാണുന്നില്ല, അങ്ങനെയുള്ള ഹെർണിയാണെങ്കിൽ വെയിറ്റ് ചെയ്യാം. പക്ഷെ തീർച്ചയായിട്ടും ഒരു ഡോക്ടർ സർജനെ കണ്ട് ഒപ്പീനിയൻ വാങ്ങിച്ചു കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാം. എന്ത് ടൈപ്പ് ഹെർണിയ ആണെന്നും ഇത് കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ളത് അറിഞ്ഞു കഴിഞ്ഞ് മാത്രമേ വെയിറ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്താണ് ഇതിന് കോംപ്ലിക്കേഷൻ? എന്താണ് ഈ ഹെർണിയയ്ക്ക്? ഇപ്പം കുറേ കൊല്ലങ്ങളായി പല ആൾക്കാരും 10-20 കൊല്ലമായി കൊണ്ട് നടക്കുന്ന ഹെർണിയ ഡോക്ടറെ അടുത്ത് വന്നു. ഡോക്ടർ ഉടനെ അതിനെ റിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഡോക്ടർ പേഷ്യൻ്റ് വിചാരിക്കുക എനിക്ക് 10-20 കൊല്ലമായിട്ടുള്ളവർ ഞാൻ ഇതുമായിട്ട് യൂസ്ഡാണ്. അതിൽ എന്താണ് കോംപ്ലിക്കേഷൻ ഡോക്ടർ പ്രതീക്ഷിക്കുന്നത്? ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെർണിയ എന്ന് പറയുന്നത് ഒരു ബലൂൺ പോലെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഓപ്പണിങ് ചെറുതാണ്. പുറത്ത് വരുന്ന ചെറുകുടലോ വൻകുടലോ അധികം വന്ന് ബ്ലോക്കായി പോയെങ്കിൽ എമർജൻസി ആയിട്ട് ചിലപ്പോൾ രാത്രി ചെയ്യേണ്ടി വരും. ആൻഡ് ഈ ചെയ്യുന്നതിൻ്റെ കൂടെ ചിലപ്പോൾ ചെറുകുടലോ വൻകുടലോ മുറിച്ച് മാറ്റേണ്ട ഒരു സ്റ്റേജും ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ അങ്ങനത്തെ കേസ് വളരെ കുറവ്. ഗാംഗ്രീൻ പോലുള്ള കോംപ്ലിക്കേഷൻസ് സംഭവിക്കും. പല ആൾക്കാരും വരുന്ന ഗൾഫിൽ നിന്ന് വരുന്ന 1-2 രോഗികൾ വരുന്നതാണ്. അവർക്ക് ആദ്യമായിട്ട് അറിയേണ്ടത്
1 മാസത്തെ വെക്കേഷനാണ് അവർ വരുന്നത്. ആകെ ഒരു അവസാനം ഒരു 10 ദിവസം ഉള്ളപ്പോൾ ഡോക്ടറെ അടുത്ത് വരും, ഹെർണിയ ചെയ്തിട്ട് എനിക്ക് തിരിച്ച് ജോലിക്ക് പോകാൻ പറ്റുമോ? പോകാം. ഒരു യാത്ര ചെയ്യുന്നത് ഒരു 15 ദിവസം കഴിഞ്ഞ് യാത്ര ചെയ്യാം. ഒരു 6 ആഴ്ചയ്ക്ക് വലിയ ഹെവി ഡ്യൂട്ടി ഒന്നും ചെയ്യാൻ നോക്കില്ല. അപ്പോൾ വെയിറ്റൊക്കെ എടുക്കുമ്പോൾ 5 കിലോ വരെ പെർമിറ്റ് ചെയ്യും. അപ്പോൾ ഒരു മാനുവൽ ലേബറായിട്ടുള്ള ഒരാൾ 6 ആഴ്ച ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ അവിടെ പോയി ജോലി ചെയ്യരുത് എന്നുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ചെയ്യാവും. എന്താണ് നേരത്തെ ജോലിക്കുമൊക്കെ ഏർപ്പെട്ടാലുള്ള കോംപ്ലിക്കേഷൻ എന്താണ്? തിരിച്ച് രണ്ടാമത് ഉണ്ടാകാൻ റിക്കറൻസ് കൂടുന്നുണ്ട്. പലപ്പോഴും കാണുന്ന ഒന്നാണ് ഈ ചിലതരം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, വെയിറ്റ് ലിഫ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ കൂടുതലായിട്ട് ഹെർണിയകൾ ഏതെല്ലാം വിഭാഗക്കാർക്കിലാണ് ഈ ഹെർണിയയുടെ എണ്ണം കൂടുതലായിട്ട് കാണുന്നത്? ഹെർണിയയുടെ കാരണം എന്ന് പറയുന്നത് മെയിനായിട്ട് മസിൽ വീക്ക്നെസ്സാണ്. ഈ വീക്ക്നെസ് വരാൻ കാരണം നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നത് സ്മോക്കിംഗ്, പിന്നെ മലം പോകാനും യൂറിൻ പോകാനും സ്ട്രെയിൻ ചെയ്യുന്നതാണ് രണ്ടാമത്തെ കാരണം. പിന്നെ ഇതൊന്നും ഒരു കാരണമില്ലാതെ ഒരുപാട് പേർക്ക് വരും. ഇത് പാരമ്പര്യമായിട്ട് ഇല്ല, ഹെർണിയക്കില്ല. ഹെർണിയ പലപ്പോഴും ഒരു സംശയമുണ്ട്, ഒരു സൈഡിൽ ഹെർണിയ വന്നു കഴിഞ്ഞാൽ മറ്റേ സൈഡിലൂടെ ഹെർണിയ വരാമോ? അത് ചിലതരം ഹെർണിയക്ക് അങ്ങനെ വരാം. മറ്റൊന്ന് തന്നെ എപ്പോഴും പേഷ്യൻസ് ചോദിക്കുന്നത്, ഹെർണിയ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറെ അപ്പുറത്തുള്ള ഒരാൾക്ക് ഞാൻ ഈയിടെ ഹെർണിയ ചെയ്ത് കണ്ടു, ആ ഹെർണിയ പിന്നെയും വന്നു, അതുകൊണ്ട് ഇത് ചെയ്ത ആ കോംപ്ലിക്കേഷൻ ഈ മെഷ് വന്നതോടെ ഒരുപാട് കുറഞ്ഞു. ഒരു 1% താഴെ അങ്ങനെയുള്ള റിക്കറൻസ് ഉള്ളൂ. ഒരേ സിറ്റിങ്ങിൽ രണ്ട് സൈഡും ചെയ്യാം. ഏതെല്ലാം സർജിക്കൽ ഓപ്ഷൻസ് ആണ് ഡോക്ടർ ഹെർണിയയ്ക്ക് ഉള്ളത്? ഹെർണിയയ്ക്ക് ഇതർ ഒന്നിൽ ഓപ്പൺ ഓപ്പറേഷൻ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി. എല്ലാ തരം കേസുകൾക്കും ലാപ്രോസ്കോപ്പിക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കുറച്ച് ചെറിയൊരു ശതമാനം കേസിന് ലാപ്രോസ്കോപ്പി ചെയ്യാം. വലിയ സൈസ് വേറെ അതർ ചെസ്റ്റ് കോംപ്ലിക്കേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പി ചിലപ്പോൾ നടന്നില്ല. അല്ലെങ്കിൽ സാധാരണ ഹെർണിയ ഉള്ള പേഷ്യൻസിന് പലപ്പോഴും ശ്വാസമുട്ടലിൻ്റെ അസുഖമുള്ള ആൾക്കാരുണ്ട്. ഇവർക്ക് ഈ സ്ഥിരമായി ചുമച്ചുകൊണ്ടിരിക്കും. അത് കറക്റ്റ് ചെയ്തിട്ടല്ലേ ഈ സർജറിക്ക് വന്നിട്ട് കാര്യമുള്ളൂ. അപ്പം നമ്മൾക്ക് ഈ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്കിംഗ് നിർത്തിക്കഴിഞ്ഞിട്ട് നിർത്തുക, അതല്ലേ ഡോക്ടറെ ഉദ്ദേശിക്കുന്നത്? ഡോക്ടർ ആദ്യം പറഞ്ഞ് സ്മോക്കിങ്ങിൻ്റെ കാര്യം നിർത്തിയിട്ടേ ഇതിന് പോകാവുള്ളൂ. സർജറി കഴിഞ്ഞും സ്മോക്കിംഗ് തുടങ്ങാൻ പാടില്ല. ഇത് ചെയ്തിട്ട് കാര്യം